Hello everyone. I know some of you students want to become doctors, engineers or scientists etc. For that, you need to crack some of the competitive exams like NEET, JEE. Okay. One fine morning, it won't be easy to crack those exams. You need to practice it from the beginning. For such students, Brilliant Studies under Pala along with Malayalam Manorama conducts Brilliant Science Olympiad BSO. നിങ്ങൾ 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വർഷം നമ്മൾ ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് നടത്തുന്നത്. CBSE സ്റ്റേറ്റ് ICSE സിലബസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ BSOയുടെ ഫിസിക്സിൻ്റെ സിലബസ് ഡിസ്കസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് അതിലെ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Okay, now we can discuss syllabus for class 8 BSO Physics. So, these are the main topics you have to study for class 8 BSO exam. Motion, force and pressure, friction, light, magnetism, sound, effects of electric current, heat. Okay, ഇതിൻ്റെയൊക്കെ കീഴിൽ വരുന്ന സബ് ടോപ്പിക്സ് പറയാം. മോഷൻ്റെ അകത്ത് റെസ്റ്റ് ആൻഡ് മോഷൻ പഠിച്ചിരിക്കണം. ദെൻ ഡിസ്റ്റൻസ് എന്താണെന്നും സ്പീഡ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. അത് റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഒക്കെ വരാം കേട്ടോ. ദെൻ ഫോഴ്സ് ആൻഡ് പ്രഷർ, അവിടെ ഫോഴ്സ്, ഇഫക്ട്സ് ഓഫ് ഫോഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ്, ട്രസ്റ്റ് ആൻഡ് പ്രഷർ, പ്രഷർ എക്സേർട്ടഡ് ബൈ ഫ്ലൂയിഡ്സ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വിൻഡ്, സ്റ്റോം, സൈക്ലോൺ. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഫ്രിക്ഷൻ്റെ കേസിൽ വാട്ട് ഈസ് ഫ്രിക്ഷൻ, cause of friction, need of friction, how to increase or reduce friction. Okay, then next topic വരുന്നത് ലൈറ്റ് ആണ്. ലൈറ്റിൽ റിഫ്ലക്ഷൻ ആൻഡ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അറിഞ്ഞിരിക്കണം. റിഫ്ലക്ഷൻ ഇൻ പ്ലെയിൻ മിറേഴ്സ്, സ്ഫെറിക്കൽ മിറേഴ്സ് പഠിച്ചിരിക്കണം. ദെൻ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ്, ഫീച്ചേഴ്സ് ഓഫ് ഇമേജസ് ഫോംഡ് ബൈ സ്ഫെറിക്കൽ മിറേഴ്സ്, യൂസ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്. ഓക്കെ, ഇവിടെ പ്ലെയിൻ മിററും സ്ഫെറിക്കൽ മിറേഴ്സും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണേ. Then magnetism, ഇവിടെ magnets and type of magnets, then use of magnets, properties of magnets, magnetic substances, magnetic force, magnetic field lines, permanent magnet and electromagnet. ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. Then sound, അവിടെ what is sound, production and propagation of sound, characteristics of sound, musical sound, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ലൗഡ്നെസ് ഓഫ് സൗണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ സൗണ്ടിൻ്റെ ടോപ്പിക്കിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കണേ. സോ നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഫോർ ക്ലാസ് 8 BSO ഫിസിക്സ്. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്? ഓപ്ഷൻ എ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ ബി മാഗ്നറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ സി ഫ്രിക്ഷൻ, ഓപ്ഷൻ ഡി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഫിസിക്കൽ കോണ്ടാക്ട് വരണം. അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കില്ല, മാഗ്നറ്റിക് ഫോഴ്സ് ആയിരിക്കില്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കില്ല. ഓപ്ഷൻ സി ഫ്രിക്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ദെൻ സെക്കൻഡ് വൺ, ഇഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് ഹാഫ്ഡ് ആൻഡ് ഫോഴ്സ് ഈസ് ഡബിൾഡ്, പ്രഷർ ബിക്കംസ്. ഓപ്ഷൻ എ ഡബിൾഡ്, ഓപ്ഷൻ ബി സെയിം, ഓപ്ഷൻ ഡി 4 times, ഓപ്ഷൻ ഡി ഹാഫ്. ഓക്കെ, നിങ്ങൾ നോക്കി, ഇഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് ഹാഫ്ഡ്, അതായത് നിങ്ങളുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് ഏരിയ ഓഫ് കോണ്ടാക്ട് എത്രയാക്കി മാറ്റി? എ എന്നുള്ളത് A/2 ആക്കി മാറ്റി. ദെൻ ഫോഴ്സ് ഈസ് ഡബിൾഡ്, ഫോഴ്സ് എത്രയാക്കി മാറ്റി? എഫ് ആയിരുന്നിട്ടുണ്ടായിരുന്ന ഫോഴ്സ് 2F ആക്കി മാറ്റി. സോ ദ പ്രഷർ ബിക്കംസ്, പ്രഷറിന്റെ ഇക്വേഷൻ ഏതായിരുന്നു? P is equal to F divided by A ആയിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ എനെ നമ്മൾ ഹാഫ് ആക്കി, എഫിനെ നമ്മൾ ഡബിൾ ആക്കി. സോ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ P is equal to 2F divided by A/2 which is equal to 4F divided by A എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് ഇനീഷ്യലി ഉണ്ടായിരുന്ന പ്രഷറിന്റെ 4 times കൂടുതലായിരിക്കും അല്ലേ? So the answer would be
Option C, 4 times. Then, a block slides faster on a metal surface than a wooden one. Why? A block slides faster on a metal surface than a wooden one. Why? Option A, wood is heavier. Option B, metal is smoother. Option C, wood has less gravity. Option D, metal has more friction. അപ്പോൾ ഒരു ബ്ലോക്ക് ഒരു മെറ്റൽ സർഫസിലൂടെ സ്ലൈഡ് ചെയ്ത് പോവുകയാണ്. എവിടത്തേക്കാളും വുഡൻ സർഫസിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ. അതിൻ്റെ റീസൺ എന്തായിരിക്കും? വുഡ് ഈസ് ഹെവിയർ ആയിരിക്കുമോ? അല്ല, മെറ്റൽ ഈസ് സ്മൂത്തർ ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് എന്താണ്? ഫ്രിക്ഷൻ കുറവായിരിക്കും അല്ലേ? സ്മൂത്ത് സർഫസ് ആകുമ്പോൾ ഫ്രിക്ഷൻ കുറവായിരിക്കും. സോ ഓഫ് കോഴ്സ് സ്പീഡ് കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ യു റബ് എ മാഗ്നറ്റ് ഓൺ എ സ്റ്റീൽ നീഡിൽ. It attracts iron filings. This is because option A, heat was produced. Option B, needle became neutral. Option C, needle got magnetized. Option D, needle became heavier. So, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. You rub a magnet on a steel needle. It attracts iron filings. This is because heat was produced. ആണോ? ആയിരിക്കില്ല. The needle became neutral. അല്ല. Then option C, needle got magnetized. നമ്മൾ മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? അതായത് മാഗ്നറ്റുമായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നീഡിൽ എന്ത് ചെയ്തു? മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടിട്ടാണ് എന്ത് ചെയ്ത് അയൺ ഫൈലിങ്സിനെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. Then an image formed by a plane mirror is option A, virtual, inverted and smaller. Option B, real, erect and larger. Option C, virtual, erect and of same size. Option D, real, inverted and smaller. Okay, an image formed by a plane mirror is. Plane mirror form ചെയ്യുന്ന ഇമേജ് എങ്ങനെ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന വെർച്വൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സ്മോളർ ആണ്. ആണോ? വെർച്വൽ ഇമേജ് എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അല്ലേ? പ്ലെയിൻ മിററിലുള്ള ഇമേജ് ഇപ്പം നമ്മളുടെ ഇമേജ് നമ്മൾ സ്ക്രീനിലല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ മിററിന്റെ ബാക്കിലാണല്ലേ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് വെർച്വൽ ആണ്. ഇൻവേർട്ടഡ് ആണോ? നമ്മൾ പ്ലെയിൻ മിറർ നോക്കുമ്പോൾ നമ്മൾ തലകുത്തിയാണോ കാണുക? അല്ല, അവിടെ ലാറ്ററൽ ഇൻവേർഷൻ ഉണ്ടായിരിക്കും. പിന്നെ സ്മോളർ ഇമേജ് അല്ല ഒരിക്കലും ഉണ്ടാവുക. ദെൻ ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ റിയൽ, ഇറക്റ്റ് ആൻഡ് ലാർജർ. റിയൽ ഇമേജ് അല്ല പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ വരുന്നത് വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ഓഫ് സെയിം സൈസ്. വെർച്വൽ ആണ്, നേരെയുള്ളതാണ്, നമ്മളുടെ സെയിം സൈസിലുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ വരുന്നത്. പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ഓഫ് സെയിം സൈസ്. സോ ഇത്രയാണ് നമ്മൾക്ക് ക്ലാസ് 8 പഠിക്കേണ്ട ടോപ്പിക്സും സാമ്പിൾ ക്വസ്റ്റ്യൻസും ഒക്കെ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.